ടൈം പീരീഡ് നമ്മൾ പണ്ട് തൊട്ടേ ഫിസിക്സ് പഠിക്കുന്ന കാലം തൊട്ട് കേട്ട് ശീലിച്ചൊരു സാധനമാണ്. ആ വസ്തുവിൻ്റെ ടൈം പീരീഡ് കാണുക, ഈ വസ്തുവിൻ്റെ ടൈം പീരീഡ് കാണുക. ആക്ച്വലി എന്താണ് ടൈം പീരീഡ്? ടൈം പീരീഡ് എന്നാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു പെൻഡുലം കൺസിഡർ ചെയ്യുകയാണ്. ഈ പെൻഡുലത്തിൻ്റെ കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ഒരു ടൈം, അതിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഓസിലേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ എ എന്നും കൊടുത്തു, റൈറ്റ് സൈഡ് ഞാൻ ബി എന്നും കൊടുത്തു. എ തൊട്ട് ബി വരെയുള്ള ഓസിലേഷനും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരെയുള്ള ഓസിലേഷനും, അതാണ് കംപ്ലീറ്റ് ഓസിലേഷൻ. അതിന് വേണ്ടി എടുക്കുന്ന ഒരു ടൈമാണ് ടൈം പീരീഡ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി വെച്ചാണ്. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2π√L/g. L ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ്, അതുപോലെ G ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. ഇവിടെ റൂട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടൈം പീരീഡുകൾ എപ്പോഴും ഫിസിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ടൈം പീരീഡ് എപ്പോഴും പല കേസുകളിലും മാറിക്കൊണ്ടിരിക്കും. See you later. Have a nice day.